അടിപൊളിയാട്ടാ. എല്ലാ ദിവസവും ഉണ്ടാക്കി കഴിച്ചാണല്ലേ. എല്ലാ ദിവസവും നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം കഴിച്ചാൽ മതി. അടിപൊളി. കണ്ണിന് നല്ല സൂക്ഷ്മത കിട്ടും. അടിപൊളി സാധനം. എന്ത് രസമല്ലേ? ബൊക്കെ പോലെ കിടക്കണ കണ്ട ഈ ചെടി അതിനുണ്ട് അല്ല കൊടഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലത്തെ ഇലകൾ കളയാം. ഇത്ര ഉണ്ടായാൽ നമുക്ക് ഇഷ്ടം പോലെ. നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് വളരെ മെഡിസിനൽ പവറുള്ള ഒരു ചെടി നമ്മുടെ വീട്ടിലുണ്ട്. അതായത് കണ്ണിനൊക്കെ നല്ല കാഴ്ച കിട്ടാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള വസ്തുക്കൾ ചീരയൊക്കെയാണല്ലോ. ആ ചീരയിൽ വെച്ചിട്ട് ഏറ്റവും വിശിഷ്ടമായ ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പം നമ്മളിത് നട്ടിട്ട് കുറച്ച് നാളായി. ഒരു കട നോക്കൂ, ഇതാ കണ്ട നല്ല ബൊക്കെ പോലെയില്ലേ. അതായത് നമ്മൾ ഒരു ചട്ടിയിൽ വെച്ചിട്ട് അതിങ്ങനെ ഗ്രോ ബാഗിൽ വെച്ചിട്ട് അത് വലുതായി താഴേക്ക് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വന്നതാണ്. നിലത്ത് കിടന്നതല്ല, നമ്മൾ മതിലിനോട് ചേർന്ന് ഇങ്ങനെ കിടന്നതാ. കണ്ടു, ഒറ്റ കടയാണ് കേട്ടോ ഇത്. ഇതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇന്നത്തേക്കുള്ള മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം. പൊന്നാങ്കണ്ണി ചീര തോരൻ കണ്ണിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മെഡിസിനാണ് കേട്ടോ. ഇത് വയ്ക്കാം നമുക്ക് കേട്ടോ. ഇത് കഴിച്ച് മുരിങ്ങയില നല്ലത് തന്നെയാണ് കേട്ടോ. എന്നാൽ ഇത് സ്പെഷ്യലാണ് പൊന്നാങ്കണ്ണി. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ. ചില തണ്ടൊക്കെ മൂത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇല മാത്രം നുള്ളിയെടുക്കാം. 3/4 ഭാഗം ഇല നുള്ളിക്കഴിഞ്ഞപ്പോൾ ഈ ബേസിൻ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകി ഇപ്പം അതൊക്കെ ഒട്ടിപ്പിടിച്ചു കേട്ടോ. നനഞ്ഞപ്പോഴേ ഇലയല്ലേ, ബെസ്റ്റായിട്ട് 4 വട്ടം കഴുകി. മണ്ണോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇനി നമുക്കിതിനൊക്കെ കൂടി ഇങ്ങനെ എടുത്ത് കൂട്ടി പിടിച്ചിട്ട് കുഞ്ഞായിട്ട് അരിയാം. ബാക്കിയുള്ളത് ജയശ്രീ അവിടെ നിന്നിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. സമയം കുറച്ചായി. ആ കണ്ടോ, ജയശ്രീ അവിടെ നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിഴുന്തലയൊക്കെ പൊട്ടിക്കുക. തണ്ട് നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുഞ്ഞായിട്ട് ഞാനിങ്ങനെ അരിഞ്ഞു, ചെറുതായിട്ട് ഞാനിങ്ങനെ അരിയാണ്. അതിനെ കൂട്ടി പിടിച്ചരിഞ്ഞ് കുറച്ച് തോന്നിയെങ്കിലും ദാ ഈ പ്ലേറ്റ് നിറയെ ഉണ്ട് കേട്ടോ. ചീര അരിയണ പോലെ തന്നെ നമ്മൾ ചീര, പയർ, മത്തയുടെ ഇല, കുമ്പളത്തിൻ്റെ ഇല ഒക്കെ അരിയാറില്ലേ, അതേപോലെ തന്നെ ഇതും നന്നായിട്ട് അരിയുക. പക്ഷേ ബെസ്റ്റാ കണ്ണിനിട്ടത്, അടിപൊളി സാധനമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പൊന്നാങ്കണ്ണി ചീര സ്പെഷ്യൽ, കണ്ണിന് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു സാധനമാണിത്. അപ്പോൾ നമുക്കിതാ ഇതും കൂടി എടുക്കാട്ടോ. ജയശ്രീ അരിഞ്ഞതും കൂടി ഇത് കൂടി ഇട്ടു. നിറഞ്ഞു പാത്രം കണ്ടില്ലേ. ഇനി നമുക്കിത് തോരൻ വയ്ക്കാൻ തുടങ്ങാം കേട്ടോ. ജസ്റ്റ് അതിലേക്ക് ഒരു സവാളയൊക്കെ അരിയുന്നുണ്ട്. ഞാൻ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുകിടാം. 1 ടീസ്പൂൺ കടുകിട്ടു. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പിടാം. പിന്നെ ഇത്തിരി ജീരകവും വെളുത്തുള്ളും കൂടി ചതച്ചിട്ട് ഇതിലിട്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഞാൻ മുരിങ്ങയുടെ ഇലയൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ ഇടാറുണ്ട്. ജീരകത്തിൻ്റെ ആ ഫ്ലേവർ നല്ലതാണ്, വെളുത്തുള്ളി നല്ലത് തന്നെയാണ് കേട്ടോ. അതിട്ടു. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വച്ചിരിക്കുന്ന ഈ സവാളയും കൂടി ഇതിലേക്ക് ഇടാം കേട്ടോ. അതിട്ടു. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇടണ്ടേ. 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അതിട്ടു. നന്നായിട്ട് അതൊന്ന് വഴന്ന് കിട്ടുമ്പോൾ നമുക്കിനി വറ്റൽ മുളക് 1 ഇട്ടു പൊട്ടിച്ചിട്ട്. ഇനി നമുക്ക് ചീരയില അരിഞ്ഞത് ഇടാം. പച്ചച്ചീരയും ചുവപ്പച്ചീരയും പോലെ അത്ര പെട്ടെന്ന് വേവില്ല കേട്ടോ, ഇത്തിരി കട്ടിയുണ്ട് ഇലയ്ക്ക്. അപ്പോൾ നമുക്കതിനെ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി നമ്മളിൽ ചേർത്തുള്ള വെളിച്ചെണ്ണയും അതുപോലെ തന്നെ സവാള, പച്ചമുളക്, കടുക്, എല്ലാ സാധനങ്ങളും ഇതിൽ ചേരട്ടെ. ഒരുപാട് സാധനങ്ങൾ എന്തായാലും നന്നായിട്ട് തന്നെ ഇളക്കി ഒതുക്കി താഴത്ത് പോവാണ്ട് മെല്ലെ മെല്ലെ. ഇനി നമുക്കതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ.
വീണ്ടും ഇളക്കി അവിഞ്ഞ് വരുന്നുണ്ട് അല്ലേ. ഈ ഉപ്പ് പൊടി ഇടാം, ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇടാം. വീണ്ടും നമുക്ക് ഇളക്കാം. അടച്ച് വയ്ക്കൊന്നും വേണ്ട. അടച്ച് വെച്ച് ചിലപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വന്നാൽ കുഴ പോലെയാവും. തോരനാകുമ്പോൾ നന്നായിട്ട് തോർന്നിരിക്കണം. നന്നായിട്ട് ഇലയല്ലേ പെട്ടെന്ന് വേവും ചെയ്യും, അധികം വേവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുക. എന്തായാലും ഇളക്ക തന്നെ. ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി മുളക് പൊടി വേറെ ഇടണ്ട കേട്ടോ, പച്ചമുളക് ഇട്ടണ്ടല്ലോ. നന്നായിട്ട് ഇതൊന്ന് വേവട്ടെ. ഇളക്കി മിക്സ് ചെയ്ത് ഇനി ലാസ്റ്റ് ഇത്തിരി നാളികേരമാണ് ഇടേണ്ടത്. എല്ലാവരും വീട്ടിൽ പൊന്നാങ്കണ്ണി ചീരയൊക്കെ വളർത്തിക്കോളൂ കേട്ടോ. ഔഷധ ഗുണമുള്ളതാണ്, അധികം ചിലവൊന്നുമില്ല, അതങ്ങനെ വലുതായിക്കോളും. ഇതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി നാളികേരം ഇടാം നമുക്ക്. കുറച്ച് നാളികേരം ചെറിയത് അതിലേക്ക് ഇട്ടു കേട്ടോ. നല്ലതാണ്, നാളികേരം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ തോരനല്ലേ, ഇത്തിരി ഇടാമെന്ന് വെച്ചു. ഞാൻ ചുവപ്പച്ചീരയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഇടാറില്ല കേട്ടോ. അതിന് പ്രത്യേക ടേസ്റ്റാണ്. ഇത് ആ ടേസ്റ്റല്ല, ഇതിന് വേറെ ടേസ്റ്റാണ്. ഈ വേലിച്ചീരയൊക്കെ ഇല്ലേ, അതായത് നമ്മൾ ബോംബെ ചീര എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ പോലെയാണ് താമസം ഇത് വേവാൻ. മറ്റ് പച്ചച്ചീരയും വെള്ളച്ചീര ചുവപ്പച്ചീരയൊക്കെ വേഗമാവും. നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. പൊന്നാങ്കണ്ണി ചീരത്തോരൻ റെഡി. പൊന്നാങ്കണ്ണി ചീരത്തോരൻ റെഡി. അടിപൊളിയാട്ടോ. എല്ലാ ദിവസവും എന്തായാലും കഴിച്ചാണല്ലേ. എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം കഴിച്ചാൽ മതി. അടിപൊളി, കണ്ണിന് നല്ല സൂക്ഷ്മത കിട്ടും. അടിപൊളി സാധനം. നോക്കൂ ജയശ്രീയ, പണി കഴിഞ്ഞു കേട്ടാ. ടേസ്റ്റ് നോക്കിക്കോളൂ കേട്ടാ. നോക്കൂ എങ്ങനെയുണ്ട്, നോക്കൂ. സൂപ്പറല്ലേ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.